വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം. നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിക്കുകയും അവരുടെ ഭൂമിയാണല്ലോ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നത്. അവരെ നീ നിഷ്കാസനം ചെയ്യുകയും അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും നീ താമസമാക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കാൻ തരുന്ന നിന്റെ ദേശത്ത് നിനക്കായി 3 പട്ടണങ്ങൾ നീ വേർതിരിക്കണം. ഏത് കൊലപാതകിക്കും അവിടുന്ന് പലായനം ചെയ്യാൻ ഇടയാകത്തക്ക വിധം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കാൻ ഇടവരുത്തുന്ന നിന്റെ ഭൂപ്രദേശം നീ 3ആയി വിഭജിച്ച് നിനക്കായി വഴി തയ്യാറാക്കണം. തന്റെ അയൽക്കാരനെ മനഃപൂർവ്വമല്ലാതെ പ്രഹരിക്കുകയും അവനോട് പൂർവ്വവിദ്വേഷമില്ലാതിരിക്കുകയും അവിടേക്ക് പലായനം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന കൊലപാതകിയെ സംബന്ധിക്കുന്ന വ്യവസ്ഥ ഇതാണ്. തന്റെ അയൽക്കാരന്റെ കൂടെ മരങ്ങൾ മുറിക്കാൻ ഒരുവൻ വനത്തിൽ പോകുകയും മരം മുറിക്കാനായി കോടാലി കൊണ്ട് തന്റെ കൈ ആയുകയും കോടാലി തടിയിൽ നിന്ന് തെറിച്ച് തന്റെ അയൽക്കാരന്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് അവൻ പലായനം ചെയ്ത് ജീവിക്കട്ടെ. അവന് അയാളോട് പൂർവ്വവിദ്വേഷമില്ലാതിരുന്നതിനാൽ അവന് മരണത്തിന്റെ ഉത്തരവാദിത്തമില്ലാതിരിക്കെ രക്തപ്രതികാരിയുടെ ഹൃദയം കോപാക്രാന്തമാകയാൽ കൊലപാതകിയെ പിന്തുടരാതിരിക്കാനും വഴി ഏറെയായതുകൊണ്ട് അവനെ മറികടന്ന് ജീവൻ ഹനിക്കാതിരിക്കാനുമാണിത്. അതിനാലാണ് 3 പട്ടണങ്ങൾ നിനക്കായി വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് നിന്റെ അതിർത്തി വലുതാക്കുകയും നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് അവിടുന്ന് പറഞ്ഞ ദേശം മുഴുവനും നിനക്ക് നൽകുകയും എക്കാലവും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ വഴികളിൽ ചരിക്കാനും ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന ഓരോന്നും നിവർത്തിക്കാൻ നീ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇനിയും 3 പട്ടണങ്ങൾ ആ 3നോട് നീ ചേർക്കും. അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന നിന്റെ ദേശത്ത് നിഷ്കളങ്ക രക്തം ചിന്തപ്പെടാതെയും നിന്റെ മേൽ രക്തക്കുറ്റം ഉണ്ടാകാതെയും ഇരിക്കും. ഒരാൾ തന്റെ അയൽക്കാരനെ വെറുത്ത് അവന് വേണ്ടി പതിയിരിക്കുകയും അവനെതിരെ ഉണർന്ന് അവനെ മാരകമായി പ്രഹരിക്കുകയും അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. അയാൾ ആ പട്ടണങ്ങളൊന്നിലേക്ക് പലായനം ചെയ്താൽ അയാളുടെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ ആളയച്ച് അയാളെ അവിടെ നിന്ന് പിടിച്ച് രക്തപ്രതികാരിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ അയാൾ മരിക്കണം. നിന്റെ കണ്ണ് അവനോട് ദയ കാട്ടരുത്. ഇസ്രായേലിൽ നിന്ന് നിഷ്കളങ്ക രക്തത്തെ പ്രതിയുള്ള കുറ്റം നീ നിർമാർജനം ചെയ്യണം. അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ദൈവമായ കർത്താവ് അവകാശമാക്കാൻ നിനക്ക് നൽകുന്ന ദേശത്ത് നീ സ്വന്തമാക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവികർ വേർതിരിച്ചിട്ടുള്ള നിന്റെ അയൽക്കാരന്റെ അതിർത്തി നീ മാറ്റരുത്. ഒരു വ്യക്തിക്കെതിരെ അയാളുടെ ഏതെങ്കിലും കുറ്റത്തിനും തെറ്റിനും, അതായത് അയാൾ ചെയ്ത ഏതെങ്കിലും പാപത്തിന് എതിരെ ഏകസാക്ഷ്യം നിലനിൽക്കുകയില്ല. 2 സാക്ഷികളുടെ മൊഴി അനുസരിച്ചോ 3 സാക്ഷികളുടെ മൊഴി അനുസരിച്ചോ ആണ് ഒരു കാര്യം നിലനിൽക്കുന്നത്. ഒരു കള്ളസാക്ഷി ഒരാൾക്കെതിരെ അപഭ്രംശം ആരോപിക്കാൻ എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള ആ 2 ആളുകളും അക്കാലത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുൻപിൽ കർത്തൃസന്നിധിയിൽ നിൽക്കണം. ന്യായാധിപന്മാർ സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ ഇതാ സാക്ഷി വ്യാജസാക്ഷി തന്നെ, അവൻ തന്റെ സഹോദരനെതിരായി വ്യാജം ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ തന്റെ സഹോദരനോട് ചെയ്യാൻ അവൻ പദ്ധതിയിട്ടതുപോലെ തന്നെ അവനോട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. ബാക്കിയുള്ളവർ അത് കേട്ട് ഭയപ്പെടണം. മേലിൽ ഇതുപോലൊരു ദുഷ്കാര്യം നിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ അവർ തുനിയാതിരിക്കട്ടെ. നിന്റെ കണ്ണ് അവനോട് ദയ കാട്ടരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്കു പകരം കൈ, കാലിന് പകരം കാല്. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം. നിന്റെ ശത്രുക്കൾക്കെതിരെ നീ യുദ്ധത്തിന് പോവുകയും കുതിരയെയും രഥത്തെയും നിന്നേക്കാളധികം ആളുകളെയും നീ കാണുകയും ചെയ്യുമ്പോൾ നീ അവരെ ഭയപ്പെടേണ്ട. കാരണം ഈജിപ്തിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ യുദ്ധത്തോടടുക്കുമ്പോൾ പുരോഹിതൻ അടുത്തു വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ അവരോട് പറയണം, ഇസ്രായേലെ കേൾക്കുക,
ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോവുകയാണ്. അവരുടെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാകരുത്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ആശങ്കപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടി നടക്കുന്നവനാണ്. പ്രമാണികൾ ജനത്തോട് ഇപ്രകാരം സംസാരിക്കണം: ഒരു പുതിയ വീട് പണിതിട്ട് അത് പ്രതിഷ്ഠിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അത് പ്രതിഷ്ഠിക്കാതിരിക്കാൻ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലമെടുക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അതിന്റെ ഫലമെടുക്കാതിരിക്കാൻ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് സ്ത്രീയെ സ്വീകരിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അവളെ സ്വന്തമാക്കാതിരിക്കാൻ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ജനത്തോട് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥർ തുടരണം. അവർ പറയണം: ഭീരുവും ലോലഹൃദയനുമായ ആൾ ആരാണ്? അവൻ തന്റെ ഹൃദയം പോലെ തന്റെ കൂട്ടാളികളുടെ ഹൃദയവും ദുർബലമാക്കാതിരിക്കാൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ സൈന്യാധിപന്മാരെ ജനത്തിന്റെ തലപ്പത്ത് നിയമിക്കണം. നീ യുദ്ധത്തിന് ഒരു പട്ടണത്തോടടുക്കുമ്പോൾ അതിനോട് സമാധാനം പ്രഖ്യാപിക്കണം. അത് നിന്നോട് സമാധാനം പ്രത്യുത്തരിക്കുകയും നിനക്ക് കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുന്നെങ്കിൽ അതിൽ കാണപ്പെടുന്ന ആളുകളെല്ലാം നിനക്ക് നിർബന്ധിത വേലയ്ക്ക് ഉള്ളവരായി തീരുകയും അവർ നിന്നെ സേവിക്കുകയും ചെയ്യും. എന്നാൽ നീയുമായും സമാധാനം സ്ഥാപിക്കാതെ അത് നിന്നോട് യുദ്ധം ചെയ്താൽ നീ അതിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ അതിന്റെ പുരുഷപ്രജകളെയെല്ലാം വാളിന്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും പട്ടണത്തിലുള്ള എല്ലാറ്റിനെയും അതിന്റെ മുതലെല്ലാം നിനക്കായി കൊള്ളയടിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ശത്രുക്കളുടെ കൊള്ള മുതൽ നീ അനുഭവിച്ചു കൊള്ളുക. ഈ ജനതകളുടെ പട്ടണങ്ങളല്ലാത്ത നിന്നിൽ നിന്ന് വളരെ അകലെയുള്ള മറ്റെല്ലാ പട്ടണങ്ങളോടും നീ ഇപ്രകാരം ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരാൻ പോകുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ശ്വാസമുള്ളതിനൊന്നിനെയും നീ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് മാത്രം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരെ നീ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാർക്ക് അനുഷ്ഠിക്കുന്ന എല്ലാ മ്ലേച്ഛതകളും പ്രകാരം അവർ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും വേണ്ടിയാണിത്. ഒരു പട്ടണത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വളരെ കാലം നീ അതിനെ ഉപരോധിക്കേണ്ടി വന്നാൽ കോടാലി ആഞ്ഞ് അതിലെ മരം നീ നശിപ്പിക്കരുത്. നിനക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമെന്നതിനാൽ നീ അത് വെട്ടിക്കളയരുത്. നിന്റെ ഉപരോധത്തിലേക്ക് വരാൻ വയലിലെ വൃക്ഷം മനുഷ്യനാണോ? ഭക്ഷണത്തിനുതകുന്ന മരമല്ലെന്ന് നിനക്കറിയാവുന്ന മരം മാത്രം നശിപ്പിക്കുകയോ മുറിക്കുകയോ ചെയ്യാം. നീയുമായും യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിനെതിരായി നീ ഉപരോധം തീർക്കണം. 135 സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസരെ നിങ്ങൾ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കുവിൻ. കർത്താവിന്റെ ആലയത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ഭവനാങ്കണങ്ങളിൽ നിൽക്കുന്നവരെ, കർത്താവ് നല്ലവനാകയാൽ കർത്തനെ സ്തുതിക്കുവിൻ. അവിടുത്തെ നാമത്തിന് കീർത്തനം ആലപിക്കുവിൻ. അത് അഭികാമ്യമാണല്ലോ. എന്തെന്നാൽ യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തന്റെ നിധിയായി കർത്തൻ തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും നമ്മുടെ നാഥൻ സകല ദേവന്മാർക്കും ഉപരിയാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴികളിലും സർവ്വ അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ബാഷ്പങ്ങൾ ഉയർത്തുന്നവനാണ് അവിടുന്ന്. മഴയ്ക്കായി അവിടുന്ന് ഇടിമിന്നലുകൾ പുറപ്പെടുവിക്കുന്നു. തന്റെ കലവറകളിൽ നിന്ന് കാറ്റിനെ പുറത്തുവിടുന്നു. മനുഷ്യൻ മുതൽ മൃഗം വരെ ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവൻ അവിടുന്നാണ്. ഈജിപ്ത് മധ്യേ ഫറവോയ്ക്കെതിരെയും അവന്റെ സകല ദാസർക്കുമെതിരെയും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അനേകം ജനതകളെ സംഹരിച്ചവൻ അവിടുന്നാണ്. ശക്തരായ രാജാക്കന്മാരെ അവിടുന്ന് വധിച്ചു. അമോരി രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശം അവകാശമായി തന്റെ ജനമായ ഇസ്രായേലിന് അവകാശമായി അവിടുന്ന് നൽകി. കർത്താവെ, അങ്ങയുടെ നാമം എന്നേക്കുമുള്ളതാണ്. കർത്താവെ, അങ്ങയുടെ ഓർമ്മ തലമുറ തലമുറയിലേക്കുള്ളതും. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തെ വിധിക്കും, തന്റെ ദാസരുടെ മേൽ സഹതാപം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യന്റെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല.
അവയ്ക്ക് കാതുകളുണ്ട്, എന്നാൽ ശ്രവിക്കുന്നില്ല. മൂക്കുണ്ട്, അവയുടെ വായിൽ ശ്വാസമില്ല. അവയെപ്പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ, അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അഹ്റോന്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ ഭയപ്പെടുന്നവരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കൽഭരണി നിറയെ സുഗന്ധതൈലം കൊണ്ടുവന്ന് അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ടു നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു തുടങ്ങി. ഇത് കണ്ട് അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ആത്മകഥം ചെയ്തു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരിയെന്നും അറിയുമായിരുന്നു. എന്തെന്നാൽ ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുൾ ചെയ്താലുമെന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 ദനാറ കടപ്പെട്ടിരുന്നു, മറ്റവൻ 50. വീട്ടാൻ വകയില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ അവരിൽ ആര് അവനെ കൂടുതൽ സ്നേഹിക്കും? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീരുകൊണ്ട് എന്റെ കാൽ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചതു മുതൽ എന്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എന്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അയാൾ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടി പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.